തിരിച്ചറിവുള്ളവൻ യുക്തിവാദിയാവില്ല. പരദൂഷണം പറയുന്നതാണ് യുക്തിവാദിയുടെ രീതി. അതാണ് യുക്തിവാദം. ഭാരതത്തിൽ യുക്തിവാദികൾ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ല, ആദ്യം യുക്തിവാദികളുണ്ട്. നല്ലൊരു യുക്തിവാദിയാണ് ശ്രീകൃഷ്ണൻ. ദൈവജ്ഞൻ എന്ന് പറയുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു 10ൽ താഴെ ആളുകൾ മാത്രമേ ദൈവജ്ഞരായിട്ടുണ്ടാവുള്ളൂ. ജ്യോതിഷത്തിൽ വന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ഭക്തിയെ ബ്ലെൻഡ് ചെയ്തതാണ്. നമസ്തേ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിവാദ വിഷയമാണ്. മറ്റൊന്നുമല്ല, യുക്തിവാദവും ജ്യോതിഷവും എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കാരണം 24 ചാനലിൽ തമ്മിൽ എന്നൊരു പ്രോഗ്രാം കണ്ടു. അതിൽ തന്നെ വിശ്വാസം വിൽപ്പനയ്ക്കോ എന്നുള്ളൊരു പ്രോഗ്രാമിൽ യുക്തിവാദികളുടെ ഒരു പരിപ്രേക്ഷ്യം, യുക്തിവാദികളുടെ ഒരു ഭാഗം പറയുമ്പോൾ അവർ ആക്രോശിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ സയൻസിൻ്റെ പക്ഷക്കാരാണ്, ഞങ്ങൾ സയൻസിൻ്റെ വക്താക്കളാണ്, ഞങ്ങളാണ് സയൻസ് എന്ന രീതിയിലും, ഞങ്ങൾ നിരീശ്വരവാദികളാണ് എന്ന രീതിയിലും 2 പോയിൻ്റ് അവർ റൈസ് ചെയ്യുന്നുണ്ട്. വളരെ കാര്യമായിട്ട് അവരുടെ എല്ലാ ഭാഷയിലും നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഞങ്ങൾ യുക്തി എന്ന് പറയുന്നത്, യുക്തിവാദം എന്ന് പറയുന്നത് സയൻസിൻ്റെ പക്ഷമാണത്, സയൻറ്റിഫിക്കലാണ്. പലരും സയൻറ്റിഫിക്കൽ ടെമ്പർ എന്നൊക്കെ കേട്ടിട്ട് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ ഇതൊരു സയൻസ് പക്ഷമാണ് ഞങ്ങളെന്ന് ഇവർ പറയുന്നുണ്ട്. അത് ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും യുക്തിവാദികൾ സയൻസിൻ്റെ പക്ഷമാണോ, അല്ലെങ്കിൽ നിരീശ്വരപക്ഷമാണോ, നിരീശ്വരവാദികളാണോ? നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ സയൻസിൻ്റെ പക്ഷക്കാരാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും സയൻസ് ഉപയോഗിക്കുന്ന ISROൻ്റെയോ DRDOൻ്റെയോ ലീഡർമാരോ നേതൃത്വമോ അല്ലെങ്കിൽ അതിൻ്റെ സയൻറ്റിസ്റ്റുകളോ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ നേതൃത്വത്തിൽ വരണം. യുക്തിവാദികളുടെ ലീഡർഷിപ്പിൽ വരിക, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ആയിട്ട് വരണം. നമ്മളിതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഒരു ISRO സയൻറ്റിസ്റ്റും ഒരു DRDO സയൻറ്റിസ്റ്റും യുക്തിവാദികളുടെ സംഘത്തിലോ കൂടെയോ നമ്മൾ കാണുന്നില്ല. അതിനർത്ഥം അത് സയൻസിൻ്റെ പക്ഷമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നില്ല. ആർക്ക്? ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധരായ സയൻറ്റിസ്റ്റുകൾക്ക് ബോധ്യപ്പെടുന്നില്ല ഇത് സയൻസ് പക്ഷമാണ് എന്ന്. കാരണം ഉണ്ടാവാം, നമുക്ക് നോക്കാം. സയൻസിൻ്റെ പക്ഷമാണോ? ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെയാണല്ലോ ആദ്യം പങ്കെടുപ്പിക്കേണ്ടത്. കാര്യം ISROൻ്റെ സയൻറ്റിസ്റ്റുകളും DRDO ആണല്ലോ ഇന്ത്യയിലെ ഏറ്റവും നല്ല ടെക്നിക്കൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല കണ്ടുപിടുത്തം നടത്തുന്ന സയൻറ്റിസ്റ്റുകൾ. അവരാരും യുക്തിവാദത്തിൽ പോകുന്നില്ല. യുക്തിവാദികളായിട്ട് വരുന്ന കുറച്ച് അധ്യാപകരാണ് അധികം കാണുന്നത്. ഭാഷാധ്യാപകരും അങ്ങനെയുള്ള ആളുകളാണ്. വാദം നടത്താൻ കഴിയുന്നവരാണ് യുക്തിവാദത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് 4 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, എന്താണ് യുക്തിവാദം? എന്തിനാണ്? എന്തെങ്കിലും ഗുണമുണ്ടോ? ആരാണ്? ഈ 4 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് യുക്തിവാദം? എന്താണ് യുക്തിവാദം എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അവർ പറയുന്നത് സയൻസാണ് യുക്തിവാദം, അല്ലെങ്കിൽ സയൻസിൻ്റെ പക്ഷമാണ് യുക്തിവാദം, സയൻസിനെ പ്രൊമോട്ട് ചെയ്യലാണ് യുക്തിവാദം. അപ്പോൾ ഈ 100 വർഷമായിട്ട് വന്ന ഈ ഒരു സംഘടനകൾ ഇവരാണോ സയൻസ്? അപ്പോൾ നമ്മൾ 10,000 വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ 5600 വർഷം മുമ്പ് കണ്ടെടുത്ത ശിവഗംഗയിൽ ഇരുമ്പ് കണ്ടെടുത്തു. 5600 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് കണ്ടെടുത്തു. ഇരുമ്പ് തുരുമ്പിടിച്ചു പോകും. പക്ഷേ എന്നിട്ടും 5600 വർഷത്തോളം ഇരിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ കഷ്ണം. അപ്പോൾ നമ്മൾ ഇരുമ്പ് യുഗം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലുണ്ട്. അപ്പോൾ അന്ന് അതൊന്നും സയൻസ് അല്ല. സ്വർണം, നാണയങ്ങൾ നമ്മൾ 10,000 വർഷങ്ങൾക്ക് മുമ്പ്, ഇവർ പറയുന്നത് 3000 അല്ലെങ്കിൽ 5000 വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിലും നമ്മളതിന് മുമ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. കാര്യം ഇത് വാമൊഴിയായി വന്നതാണ്. എഴുത്തിലേക്കും അല്ലെങ്കിൽ എടുത്തു വയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാരണം നമുക്കത് എവിഡൻസ് കിട്ടാത്തതുകൊണ്ടാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ സയൻസിൻ്റെ പക്ഷമാണെങ്കിൽ ആ കണ്ടുപിടുത്തമൊക്കെ ഇവരുടെ ആവണം. അതല്ല ഭാരതത്തിൽ കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ ലോകത്ത് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഇവർ ഈ ലേറ്റസ്റ്റ് പാശ്ചാത്യ പുസ്തകങ്ങളെ വായിച്ച് ഞങ്ങൾ യുക്തിവാദികളാണെന്ന് പറയുമ്പോഴുള്ള കുഴപ്പം, ഇത് ഭാരതത്തിൽ വില പോകുമെന്നുള്ളതാണ്. ഇവരുടെ യുക്തിവാദം ഭാരതത്തിൽ വില പോകും. ഭാരതത്തിൽ യുക്തിവാദം, ചർവാക സന്യാസിമാർ രാമകാലത്തേ ഉണ്ട് എന്നുള്ളതാണ്. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ആഘോഷിച്ച് ജനങ്ങൾ സന്തോഷത്തോടു കൂടി നാളെ പട്ടാഭിഷേകം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ശ്രീരാമനോട് കാട്ടുപോണം, ഭരതൻ രാജ്യം ഭരിക്കണം എന്ന് പറയുന്ന സമയത്ത് ചർവാകന്മാർ ആ പ്രശ്നത്തിൽ ഇടപെടും. രാമൻ പോകാൻ തയ്യാറായി മരൂരി ധരിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് രാമനെ കാണണമെന്ന് പറയും ചർവാക സന്യാസിമാർ. കാണണമെന്ന് പറയും. രാമനോട് ചോദിക്കും, രാജാവിന് രാജധർമ്മം എന്താണ്?
പ്രജകളുടെ ഹിതമല്ലേ ആണ്. രാജധർമ്മം രാജാവ് പ്രധാനമായും പാലിക്കേണ്ടതല്ലേ? ആണ്. പിതാവിനെ അകത്തിട്ടിട്ട് നിങ്ങൾ രാജ്യം ഭരിക്കണം എന്ന് പറയും. പിതാവും അതന്നെ പറയും, അച്ഛനും അതന്നെ പറയും, എന്നെ കാരാഗ്രഹത്തിലടയ്ക്കൂ എന്ന് പറയും. ചർവാകൻ പറയും കാരാഗ്രഹത്തിലടച്ചിട്ട് പ്രജകളുടെ താല്പര്യം സംരക്ഷിക്കണം എന്ന് പറയും. ശ്രീരാമൻ പറയും പുത്രധർമ്മം ആണ് പ്രധാനം, രാജധർമ്മം പിന്നെ വരും. നമുക്കാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം അത് തിരിച്ചറിവ്, അറിവും അതിൻ്റെ ഒരു വ്യത്യാസമാണ്. രാജധർമ്മം രണ്ടാമതേ ഒരു പുത്രധർമ്മമാണ് പ്രധാനം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ശ്രീരാമൻ ദശരഥൻ്റെ കനിഷ്ഠപുത്രനായതുകൊണ്ട് മാത്രമാണ് പട്ടാഭിഷേകത്തിന് വന്നത്. വേറെ എവിടെയെങ്കിലും പോയി ജനിച്ച അയാൾ ആവില്ല, കനിഷ്ഠപുത്രനായില്ലെങ്കിലും ആവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. പിതാവിൻ്റെ വാക്ക് പാലിക്കുക എന്നുള്ളതാണ് പുത്രൻ്റെ പ്രഥമധർമ്മം. ധർമ്മിഷ്ഠനായ പിതാവിൻ്റെ, എല്ലാ പിതാവിൻ്റെയും അല്ല, ധർമ്മിഷ്ഠനായ പിതാവിൻ്റെ വാക്ക് പാലിക്കാൻ പുത്രൻ ബാധ്യസ്ഥനാണ് മാതാവിൻ്റെയും. ഇതാണ് നമ്മുടെ ഭാരതത്തിലെ. ചർവാകൻ ഒഴിഞ്ഞു പോയി. ചർവാകന് കാര്യം മനസ്സിലായി. അപ്പോൾ ഈ ചർവാകന്മാർക്ക് പണ്ട് മുതലേ ഒരു കുഴപ്പമുണ്ട്. ചർവാകന്മാർ അല്ലെങ്കിൽ ഇന്നത്തെ യുക്തിവാദികൾ വളരെ ഇൻ്റലിജൻ്റാണ്, വളരെ എക്സ്പെർട്ടുകളാണ്, വളരെ നോളേജ് ഉള്ളവരാണ്. ഈ നോളേജിനൊരു കുഴപ്പമുണ്ട്. അത് DIKW എന്ന് പറയും. അത് ഡാറ്റ, ഇൻഫർമേഷൻ, നോളേജ്, വിസ്ഡം. അങ്ങനെ 4 സ്റ്റെപ്പാണ് അതിന്. ഇതിൽ ഡാറ്റയും ഇൻഫർമേഷനും വിട്ടോളൂ, അതിപ്പം എല്ലാവർക്കും കിട്ടുന്നതാണ്. നോളേജും വിസ്ഡവും തമ്മിലൊരു ചെറിയ മാറ്റമുണ്ട്. നോളേജ് അതാണ് അറിവ്, സമ്പൂർണ്ണമായ അറിവാണ് നോളേജ്. വിസ്ഡം എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചറിവാണ്. ചെറിയൊരു മാറ്റമുള്ളൂ, അറിവും തിരിച്ചറിവും. വളരെ ഈസി ആയിട്ട് മനസ്സിലാവും നമുക്ക് എന്താണ് അറിവ്. ഒരു അധ്യാപകൻ ഒരു പുസ്തകം വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അതൊരു മറ്റ് പുസ്തകത്തിലേക്ക് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കോപ്പി ചെയ്യുന്നതിനെയാണ് അറിവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോളേജ്. അതേസമയം ഒരു അധ്യാപകൻ പഠിച്ച് മനസ്സിലാക്കി അതൊരു പ്രൊഡക്റ്റാക്കി ബിൽഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊരു ബിൽഡാക്കി കഴിഞ്ഞാൽ അത് തിരിച്ചറിവായി. അത് കുറച്ച് റിസ്ക് ആയിരിക്കും മനസ്സിലാക്കാൻ. ഒന്നും കൂടി ഈസിയാക്കി തരാം. യുക്തിവാദികൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. താജ്മഹലിൻ്റെ കാണാൻ പോയി, താജ്മഹലിൻ്റെ അകവും പുറവും മുഴുവൻ കണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുള്ള ഡീറ്റെയിലൊക്കെ എഴുതിയെടുത്ത് സയൻറ്റിഫിക്കലായിട്ട് പഠിച്ച് അവരതിൻ്റെ കുറവുകൾ വർണ്ണിക്കും. ഇന്നത് 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 ഇന്നത്, അത് ആ മാർബിൾ ഇവിടെയായിരുന്നു, ഈ മാർബിൾ അവിടെയാക്കാം, അല്ലെങ്കിൽ വെള്ളക്കളറിന് പകരം മറ്റൊരു കളർ ഉപയോഗിക്കാം എന്ന് തരത്തിൽ ഈ ഗീർവാണം, പരദൂഷണം എന്ന് പറയാം, അതിന് പരദൂഷണം പറയുന്നതാണ് യുക്തിവാദിയുടെ രീതി. അതാണ് യുക്തിവാദം. അതേസമയം അത് വിസ്ഡം ആണെങ്കിലോ, ദാറ്റ് ഈസ് നോളേജ്. അതിനെ പേര് നമ്മൾ ശരിക്കും നോളേജ് എന്നാണ് പറയുക, അറിവ്. അദ്ദേഹം ഭയങ്കര അറിവാളിയാണ്. യുക്തിവാദി എന്ന് പറയുന്നത് ഭയങ്കര അറിവുള്ളവനാണ്. വിസ്ഡം എന്താണ്? താജ്മഹലിനെ പോലെ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് മനസ്സിലാക്കി അപ്പുറത്ത് വേറൊരു താജ്മഹൽ കെട്ടാൻ കഴിഞ്ഞാൽ, ഇതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് അപ്പുറത്തൊരു താജ്മഹൽ കെട്ടാൻ കഴിയുന്നവനാണ് വിസ്ഡം. സ്കിൽഡ് പേഴ്സൺ. അവൻ അറിവുള്ളവനല്ല, തിരിച്ചറിവുള്ളവനാണ്. ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സയൻറ്റിസ്റ്റുകൾ യുക്തിവാദിയിലേക്ക് വരാത്തത്? ഈ അധ്യാപകർ യുക്തിവാദിയായിട്ടിരിക്കുന്നതും സയൻറ്റിസ്റ്റുകൾ യുക്തിവാദി ആവാത്തതിനും കാരണം അധ്യാപകന് പഠിച്ചത് പറയാനോ പകർത്താനോ മാത്രമേ അറിയൂ. അതല്ലാത്ത ആചാര്യന്മാരുണ്ട്, ദ്രോണാചാര്യരെ പോലെ വലിയ വലിയ ആചാര്യന്മാരുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ കുറഞ്ഞ ശതമാനമാണ്. അവർക്ക് പ്രവർത്തിക്കാനും അറിയാം. പഠിച്ചത് പ്രവർത്തിക്കാൻ അറിയുന്നവനാണ് യഥാർത്ഥ ആചാര്യൻ. അവൻ വിസ്ഡം ഉള്ളവനാണ്, യുക്തിവാദിയല്ല. അതായത് ISRO സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് താൻ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ക്രയോജനിക്ക് ഉണ്ടാക്കി 4 സ്റ്റേജുകളും വർക്ക് ചെയ്യിച്ച് അതിനെ റോക്കറ്റാക്കി വിക്ഷേപിച്ച് കാര്യസാധ്യം നടത്തുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന എക്സ്പേർട്ടുകളെയാണ് ISRO സയൻറ്റിസ്റ്റ്. അതാണ് ശാസ്ത്രം. അത് ഒരിക്കലും യുക്തിവാദിയല്ല. തിരിച്ചറിവുള്ളവൻ യുക്തിവാദിയാവില്ല. അറിവിൻ്റെ നിറകുടം യുക്തിവാദിയാണ്. ഭയങ്കരമായ അറിവുണ്ടോ അയാൾക്ക് യുക്തിവാദിയാവാം. കാര്യം അവന് ആക്ഷൻ ഇല്ല. യുക്തിവാദി ഒന്നും ഉണ്ടാക്കേണ്ടി വരുന്നില്ല. ഒരു ക്യാൻവാസ് അവിടെയുണ്ട്, ആ ക്യാൻവാസിൽ ആരോ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, ആ ചിത്രത്തിൻ്റെ മുകളിൽ നമുക്ക് കുറവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പെയിൻറ്റ് ഒന്നുകിൽ ചാർത്താം, അല്ലെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നശിപ്പിക്കാം. ഇതാണ് യുക്തിവാദം. യുക്തിവാദം മറ്റൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വിസ്ഡം അല്ലാത്തവനെയാണ് യുക്തിവാദി എന്ന് പറയുന്നത്. അറിവുള്ളവൻ, തിരിച്ചറിവില്ലാത്തവൻ ആരോ അവനാണ് യുക്തിവാദി. തിരിച്ചറിവ് എന്ന് പറയുന്നത് സിമ്പിളല്ല. ഈ ശ്രീധരൻ എന്ന് പറയുന്നത് നമ്മുടെ മഹാനായ ഒരു എൻജിനീയർ ഉണ്ട്. അതുപോലെ അതിനു മുമ്പ് ഒരുപാട് എൻജിനീയേഴ്സ് ഇല്ലേ? പഠിച്ച എൻജിനീയേഴ്സ് ഒരുപാടുണ്ടാവും.
പക്ഷേ ഈ ശ്രീധരനും ആ എഞ്ചിനീയേഴ്സും തമ്മിൽ എന്താ വ്യത്യാസം? ഈ ശ്രീധരൻ എക്സ്പേർട്ടാണ്, യുക്തിവാദിയല്ല, തിരിച്ചറിവുള്ളവനാണ്. അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാനറിയാം. മറ്റവൻ എന്താണ്, ബുക്കിൽ പഠിച്ചു വെച്ചവനാണ്, പ്രാക്ടീസ് ചെയ്യാനറിയില്ല. ഒരു കാര്യത്തെ പഠിച്ച് പ്രവർത്തിക്കാൻ അറിയുന്നവനാണ് തിരിച്ചറിവുള്ളവൻ. ദാറ്റ് ഈസ് തിരിച്ചറിവ്. അതാണ് വിസ്ഡം. അറിവ് നേടി അല്ലെങ്കിൽ നോളേജ് വന്ന് അത് പ്രയോഗിക്കാൻ അറിയുമ്പോഴാണ് വിസ്ഡം ആവുന്നത്. പ്രയോഗിക്കാൻ അറിയാത്ത അറിവുകളാണ് യുക്തിവാദിയുടെ കയ്യിലുള്ളത്. യുക്തിവാദി ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, ഒന്നും സൃഷ്ടിക്കുന്നില്ല, സയൻസ് ഞങ്ങളുടെയാണെന്ന് പറയും എന്നല്ലാതെ അത് പരദൂഷണമാണ്. താജ്മഹലിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് അതിനെ കുറേ കുറ്റങ്ങൾ പറയാമെന്നല്ലാതെ അപ്പുറത്തൊരു താജ്മഹൽ ഉണ്ടാക്കി നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഞാനതിന് കഴിവില്ലാത്തവനാണ്. എൻ്റെ എക്സ്പീരിയൻസ് അതിന് പറ്റില്ല. കാര്യം ഞാൻ അറിവാണ് നേടി വച്ചിരിക്കുന്നത്, നോളേജാണ്. ദിസ് ഈസ് ഓൺലി നോളേജ്. യുക്തിവാദി ശരിക്കും വെറും പൂർണ്ണ അറിവുള്ളവനാണ്, തിരിച്ചറിവുള്ളവനേ അല്ല. തരി പോലും തിരിച്ചറിവില്ല. സൊസൈറ്റിയിൽ അവരുടെ ആവശ്യമുണ്ടോ? ഈ തരം യുക്തിവാദത്തിനല്ല. യുക്തിവാദികൾ നല്ല ആളുകളുണ്ട് ചില കാര്യങ്ങളിൽ, സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്നുണ്ടോ? അപ്പം യുക്തിവാദി എങ്ങനെയാണ്? ഭാരതത്തിൽ യുക്തിവാദികൾ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ല, ആദ്യ യുക്തിവാദികളുണ്ട്. നല്ലൊരു യുക്തിവാദിയാണ് ശ്രീകൃഷ്ണൻ. യുക്തിവാദിയുടെ നല്ലൊരു യുക്തിവാദിയാണ് ആര്? ശ്രീകൃഷ്ണൻ മഹാഭാരതത്തിലെ യുദ്ധത്തിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയും, ശപഥമെടുക്കും, ഞാൻ ആയുധം എടുക്കില്ല. 9ാമത്തെ ദിവസം ഭീഷ്മർ സർവ്വശക്തി എടുത്ത് പാണ്ഡവരെ മുച്ചൂട് മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാണ്ഡവരുടെ മുന്നിലേക്ക്, കഥ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും, പാണ്ഡവൻ്റെ മുന്നിലേക്ക്, അർജുനൻ്റെ മുന്നിലേക്ക് ഭീഷ്മർ വരും. അർജുനോട് പറയും, മാറിക്കോ അർജുന, ഹസ്തിനപുരത്തിനെതിരെ ആയുധമെടുത്ത ആരായാലും പൂർണ്ണധർമ്മം പാലിക്കുന്ന ഈ ഭീഷ്മർ വധിച്ചിരിക്കും, ഇന്നെൻ്റെ മുന്നിൽ വരരുതെന്ന് പറയും. കേൾക്കുമ്പോൾ കൃഷ്ണശപഥമാണ്, ഭീഷ്മശപഥമാണ് ഹസ്തിനപുരത്തെ സംരക്ഷിക്കുമെന്നുള്ളത്. കൃഷ്ണശപഥമാണ് മഹാഭാരതത്തിൽ ആയുധം എടുക്കില്ല എന്നുള്ളത്. കൃഷ്ണൻ അപ്പം തന്നെ പറയും, പിതാമഹ, അങ്ങ് ഈ നിമിഷം അങ്ങ് സമ്പൂർണമായ അധർമ്മിയാണ്. ആദ്യം പറയുന്നതാണ്, സമ്പൂർണമായും അധർമ്മിയാണ്. ഈ നിമിഷം ആയുധം വയ്ക്കുകയോ യുദ്ധകളത്തിൽ നിന്ന് പിന്മാറുകയോ ചെയ്തില്ലെങ്കിൽ അങ്ങ് ഈ നിമിഷം ഞാൻ വധിക്കുമെന്ന് പറയും കൃഷ്ണൻ. അതുവരെയുണ്ടായിരുന്ന ധർമ്മം കംപ്ലീറ്റ് മാറും. നമ്മൾ കൊടുത്ത ധർമ്മം, യുക്തിവാദത്തിൻ്റെ ധർമ്മം അല്ലെങ്കിൽ അറിവിൻ്റെ ധർമ്മമാണ് അവിടെ തകരാൻ പോകുന്നത്. തിരിച്ചറിവിൻ്റെ ധർമ്മമാണ് വരാൻ പോകുന്നത്. അതുവരെ ഭീഷ്മർ ജീവിച്ചത് അറിവിലാണ്, പൂർണ്ണമായ അറിവിലാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം എടുത്ത ശപഥം ഹസ്തിനപുരത്തെ സംരക്ഷിക്കാൻ വേണ്ടി, എനിക്ക് രാജ്യം വേണ്ട, ഞാൻ വിവാഹം കഴിക്കില്ല, ഹസ്തിനപുരത്തിൻ്റെ കാവലാളായി ഞാൻ മരിക്കോളം ഉണ്ടാവും എന്ന് പറഞ്ഞെടുത്ത ശപഥത്തെ ഒരു സെക്കൻഡ് കൊണ്ട് കൃഷ്ണൻ പറയും, നീ കംപ്ലീറ്റ് അധർമ്മമാണെന്ന് പറയും. പൂർണ്ണമായ അധർമ്മമാണ് നീ ചെയ്തത്. ഭീഷ്മരാകെ ഞെട്ടിപ്പോകും. കൃഷ്ണൻ ഇറങ്ങും, തേർത്തിട്ടിറങ്ങി ചക്രമെടുക്കും, രഥചക്രം എടുത്ത് ഇതുകൊണ്ട് കൊല്ലുമെന്ന് പറയും. ഭീഷ്മരാകെ തളർന്നു പോകും. കാര്യം 2 കാര്യമാണ് ഭീഷ്മർക്ക് മനസ്സിലാവായിരുന്നത്. ഇതുപോലെ ശപഥം എടുത്താണ് കൃഷ്ണൻ, എന്ത് ആയുധം എടുക്കില്ല എന്ന്. പക്ഷെ ആ ശപഥം കൃഷ്ണൻ ലംഘിക്കും. അത്ര ഈസി ആയിട്ട് ലംഘിക്കുമ്പോൾ ഭീഷ്മർക്കാകെ ഉള്ളുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ അത്ര ഈസി ആയിട്ട് എങ്ങനെ ഒരു ശപഥം ലംഘിക്കാൻ പറ്റും? അയാൾ അതുവരെ ലംഘിച്ചില്ല, അയാളുടെ ശപഥം അയാൾ പൂർത്തീകരിച്ചു. ഭീഷ്മർ ചോദിക്കും, ഞാൻ എടുത്തത് ശപഥങ്ങൾ തെറ്റാണോ? അത് ധർമ്മമല്ലേ എന്ന് ചോദിക്കും. എന്താ ശപഥം? ഭീഷ്മർ പറയും, ഞാൻ വിവാഹം കഴിക്കില്ല, പിതാവിന് കൊടുത്ത വാക്കാണ്. അങ്ങനെയാണ് ഭീഷ്മർ എന്ന പേര് കിട്ടുന്നത്. പിതാവിനോട് പറയും, ഞാൻ വിവാഹം കഴിക്കില്ല, ഞാൻ രാജാവില്ല. അപ്പോൾ സത്യവതി ചോദിക്കും, അത് വേണ്ട, നിങ്ങൾ വിവാഹം കഴിച്ച് മക്കൾ രാജാവാവില്ല, അപ്പോൾ അത് ഞാൻ വിവാഹവും കഴിക്കില്ല. ആ ശപഥത്തെയാണ് ഒട്ടയ്ക്കുന്നത്. അവിടെ കൃഷ്ണൻ പറയും, എന്തിനായിരുന്നു ശപഥം? എന്താണ് ശപഥം? ഇതാണ് ശപഥം. എന്തിനായിരുന്നു ശപഥം? എന്തിന്, എന്തുകൊണ്ട്? ചോദ്യം പിന്നെയും ചോദിക്കുമ്പോഴേ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ. എന്ത് എന്നുള്ളത് യുക്തിവാദമാണ്. എന്തിന് എന്ന് ചോദിച്ചു. എന്തിനായിരുന്നു ശപഥം? ഹസ്തിനപുരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, പാരമ്പര്യ പ്രശ്നങ്ങൾ, മക്കൾ തമ്മിൽ അടികൂടാതിരിക്കാനും, ഇതിൻ്റെ രാജ്യഭരണത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാനും, രാജ്യഭരണം നിലനിൽക്കുന്നതിനും വേണ്ടിയാണ് ശപഥം എടുത്തതെന്ന് പറയും ഭീഷ്മർ. കാര്യം സ്പർദ്ധയുണ്ടാവും, കാര്യം പരസ്പരം അധികാര സ്പർദ്ധ ഉണ്ടാവുമല്ലോ, അതിന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ശപഥം എടുത്തത്. മഹാരഥനൊന്ന് 4 പുറം നോക്ക് എന്ന് പറയും കൃഷ്ണൻ. ഭീഷ്മരോട് പറയുന്നതാണ്, ഇപ്പം അങ്ങ് 4 പുറം നോക്ക്, എന്താ നടക്കുന്നത്? ഹസ്തിനപുരത്തിൻ്റെ അധികാരത്തിന് വേണ്ടി തല്ലുകൂടുകയാണ്. ആര് കാരണം? ഭീഷ്മർ കാരണം. എടുത്ത ശപഥത്തിൽ ഉണ്ടായ ഫലം എന്താണ് ചോദിക്കും.
കഴിവില്ലാത്തവനും വിവരമില്ലാത്തവനായ വിചിത്ര വീരനെയും അവരെയും രാജാക്കന്മാരാക്കി രാജ്യത്തിൻ്റെ പുരോഗമനം കളഞ്ഞു കുളിക്കുകയും രാജ്യത്തിൻ്റെ ശരിയായ വളർച്ചയെ തടയുകയും ചെയ്തിട്ടുള്ള ഒരു ഫലമാണ് എടുത്ത ശപഥം കൊണ്ടുണ്ടായത്. രാജ്യത്തെ നമ്മളെടുക്കുന്ന ഓരോ വ്യക്തി എടുക്കുന്ന ശപഥങ്ങളും വാക്കുകളും ധർമ്മങ്ങളും ജനഹിതത്തിനെതിരാണെങ്കിൽ ആ സെക്കൻഡ് കണ്ടിക്കണം. അതുകൊണ്ടാണ് ഞാൻ എടുത്ത ശപഥം മാറ്റി വെച്ച് ആയുധെടുത്തത്. ഭീഷ്മർക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലാവുക. കാര്യം ഭീഷ്മർ എടുത്ത ശപഥം കൊണ്ടാണ് ഇന്ന് ഹസ്തിനാപുരത്ത് യുദ്ധം നടക്കുന്നത്. എന്തിനാണ് എടുത്തത്? ശരിക്കും യുദ്ധം ഉണ്ടാവരുത്, പരസ്പരം കുടുംബ ഐക്യം ഉണ്ടാവണം, കുടുംബത്തിൽ സ്പർദ്ധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എടുത്ത ശപഥം. അതിൻ്റെ അവസാനം എന്താ സംഭവിക്കുന്നത്? ഫലം എടുക്കുന്നത് എന്താണോ ചെയ്തത്, എന്തിനാണ് ചെയ്തത്, അതിൻ്റെ ഫലം എന്താണ്? ഫലം റിവേഴ്സ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ. കൃഷ്ണൻ അത് പറയുമ്പോൾ 9ാമത്തെ ദിവസമാണ് ഭീഷ്മർക്ക് മനസ്സിലാവുന്നത്, ഞാൻ ഇത്രകാലം ജീവിച്ചത് മൊത്തം തെറ്റാണ്, അത് മൊത്തം അധർമ്മമാണെന്ന് മനസ്സിലാവും. അതാണ് അറിവ് തിരിച്ചറിവും തമ്മിലുള്ള. ഇതുപോലെയാണ് യുക്തിവാദം. അപ്പോൾ ആദ്യത്തെ യുക്തിവാദി ആരാണ്? കൃഷ്ണനാണ്. പിന്നെയും യുക്തിവാദികൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ അരുവിക്കര പ്രതിഷ്ഠ, കണ്ണാടി പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. എന്താണ് കണ്ണാടി പ്രതിഷ്ഠ? നിരീശ്വരം എന്ന് പറയും. യുക്തിവാദികളുടെ രണ്ടാമത്തെ വാദമാണ്. സയൻസ് ഞാൻ പറഞ്ഞു ഒരു കാര്യം, നിരീശ്വരം എന്ന് പറയുന്നൊരു നിരീശ്വരികളാണ് ഞങ്ങൾ, നിരീശ്വരവാദക്കാരാണ് യുക്തിവാദികൾ. പുതിയ കുട്ടികളൊക്കെ അതിൽ ഒരുപാട് കൊടുന്ന് ഫോക്കസ് ചെയ്യിക്കുന്നുണ്ട്. ആ കുട്ടികൾ സത്യത്തിൽ അതിൻ്റെ ഒരു കാരണം പുതിയ കുട്ടികൾ അതിൻ്റെ ഈ പക്ഷത്ത് തെറ്റുണ്ടെന്ന്, അതായത് വിശ്വാസികളുടെ പക്ഷം തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഭക്തി, അതായത് യുക്തിമാർഗമല്ല, ഭക്തിമാർഗത്തിൽ ഒരുപാട് തെറ്റുണ്ടെന്ന് അവർക്ക് നന്നായി ബോധ്യം വരുന്നുണ്ട്. ന്യൂ ജനറേഷന് കുറച്ച് ആളുകൾക്ക്, കുറച്ച് കുട്ടികൾക്ക്. കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണത്. പാരൻസിന് ഗൈഡ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവർ യുക്തിമാർഗത്തിൽ ചെയ്യുകയാണ്. അപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവം യഥാർത്ഥത്തിൽ? അരുവിക്കര പ്രതിഷ്ഠ നടത്തുന്ന ശ്രീനാരായണ ഗുരുദേവൻ അതറിയാതെയാണോ ചെയ്യുന്നത്? നമ്മൾ എന്താ നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്? 4 കാര്യങ്ങൾ. എന്താണ് 4 കാര്യങ്ങൾ? നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ, ബോധം ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു, തത്വമസി. അതാണ് സാമവേദത്തിൽ, അതാണ് സാമവേദം നാവിലെഴുതിയ സ്വാമിയെ എന്ന് പറയുന്നത്. തത്വമസി എന്ന് ശബരിമല എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? നീ ബ്രഹ്മാണ്, ഞാൻ തന്നെയാണ്, നമ്മൾ തന്നെയാണ് നമ്മുടെ ബ്രഹ്മം എന്നാണ് ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അയമാത്മാ ബ്രഹ്മ. അതെന്താണ്? ആത്മാവ് ബ്രഹ്മമാണ്. ഇങ്ങനെ ഏത് പോയിൻ്റ് എടുത്താലും നമ്മൾ 4 വേദങ്ങളിലും 4 ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 4ഉം നിന്നിലുള്ള നീയാണ് നിൻ്റെ ദൈവം എന്നാണ് ബോധ്യപ്പെടുത്തുന്നത്. നിന്നിലുള്ള നീയാണ്. ഇത് ഈ നിരീശ്വരവാദികൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. നിന്നിലുള്ള നീയാണ് നിൻ്റെ ദൈവം. പറഞ്ഞാൽ ദൈവം പുറത്തില്ല. ദൈവം എവിടെയുള്ളത്? ദൈവം എല്ലാ ഭാഗത്തും ഉണ്ട്. എന്താ ദൈവം എന്ന് പറയാം നമുക്ക് ഈസി ആയിട്ട്. ശ്വേതാശ്വതരോപനിഷത്തിൽ ഒരു ഇതുണ്ട്, പദ്യമുണ്ട്. അത് വേറൊന്നുമല്ല. ഏകോ ദേവ സർവഭൂതേഷു കൂട സർവവ്യാപി സർവഭൂതാന്തരാത്മ കർമാധ്യക്ഷ സർവഭൂതാധിവാസ സാക്ഷി ചേത കേവലോ നിർഗുണച്ച. മനസ്സിലായില്ലേ? നമ്മൾ വളരെ ഈസി ആയിട്ട് ഏകദൈവമായിട്ടുള്ള ദൈവത്തിന് അത് കേവലമായ ചൈതന്യമാണ്, നിർഗുണമാണ്, സർവവ്യാപിയാണ്, സർവഭൂതങ്ങളുടെയും അന്തരാത്മാവാണ്, കർമ്മത്തിൻ്റെ അധ്യക്ഷനാണ്, ഗൂഢമായതാണ്, ഗൂഢമായതാണ്. മാത്രമല്ല ഇത് സാക്ഷിയും കൂടിയാണ്. വെറും സാക്ഷിയാണ്, പ്രവർത്തിക്കുന്നില്ല. താളിൻ്റെ ഇലയിൽ നിൽക്കുന്ന വെള്ളം പോലെയാണ് പരമാത്മാവ്. അത് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ്. അതിനെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് അരുവിക്കര പ്രതിഷ്ഠയിൽ കണ്ണാടി വെച്ചിരിക്കുന്നത്. നീ തന്നെയാണ് മോനെ നിൻ്റെ ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറയുന്ന വേദവാക്യങ്ങളിൽ നിന്ന് എടുത്തതാണത്. അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ആരുമില്ല. അത് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാര്യം ഇവിടെ നിർഗുണനായ പരബ്രഹ്മത്തെ പ്രാർത്ഥിച്ചാൽ വല്ലതും കിട്ടുമോ? ഈശ്വരൻ എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്? നിർഗുണമാണ്, കേവല ചൈതന്യമാണ്, സർവ്വയിടത്തുമുള്ളതാണ്, സർവ്വ അന്തരിക ആത്മാവുമാണ്, കർമ്മത്തിൻ്റെ അധ്യക്ഷനാണ്, അദ്ദേഹം സാക്ഷി മാത്രമാണ്. ഇതെല്ലാം ആയിട്ടുള്ള സർവ്വവ്യാപിയായിട്ടുള്ള ദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുമില്ല. മനസ്സിലാക്കണം, പരബ്രഹ്മത്തെ ഭാരതീയ സംസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നേയില്ല. ഗുണമുള്ള ദേവതകളെ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നേയില്ല. ഗുണമുള്ള ദേവതകളാണ്
ആഗ്നേയ ഗുണമുള്ള ശിവൻ, ശിവസ്വരൂപമായിട്ടുള്ള എല്ലാം, ജലതത്വ ഗുണമുള്ള വിഷ്ണു, വൈഷ്ണവ സ്വരൂപമായിട്ടുള്ളതെല്ലാം, ബ്രഹ്മാവ് വായു ആകാശ ഗുണമുള്ള ബ്രഹ്മതത്വ സ്വരൂപമായിട്ടുള്ള എല്ലാം, പ്രകൃതി ഗുണമുള്ള ഭൂമി ഗുണമുള്ള ദേവീതത്വ ഗുണമുള്ള എല്ലാം നമ്മൾ പ്രാർത്ഥിക്കും. സത്യത്തിൽ ഇതെല്ലാം ദൈവമാണോ? ദൈവത്തിൻ്റെ, നമ്മളും ദൈവമാണെങ്കിൽ അതെല്ലാം ദൈവമാണ്. ദൈവത്തെ എങ്ങനെയാണ് കണ്ട്? നമ്മൾ ഇങ്ങനെയാണ് കണ്ട പരബ്രഹ്മത്തെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. നന്നായിട്ട് അറിയുന്ന നമ്മൾ ഗുണമുള്ളതിനെ, ഗുണത്തിനെയാണ് പ്രാർത്ഥിക്കുന്നത്. നിർഗുണമായിട്ടുള്ള പരബ്രഹ്മത്തിനെ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, അത് നിർഗുണമാണ്. പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ആരാധിക്കുകയാണ്, ഇഷ്ടം നേടുകയാണ്, ഭക്തിയോടുകൂടി ബഹുമാനത്തോടുകൂടി നമ്മളതിനെ സ്വീകരിക്കുകയാണ്. നമ്മൾ എന്താ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത്? ദേവനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ശിവനെ പ്രാർത്ഥിക്കും. ശിവൻ ദൈവമാണോ? ദേവനാണ്. തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ശരിക്കും തിരിച്ചറിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അറിവും തിരിച്ചറിവും തമ്മിൽ ഇവിടെ ഒരു മാറ്റമുണ്ട്. എന്നിൽ എല്ലാ തത്വവും ഉള്ളതുപോലെ എല്ലാത്തിലും എല്ലാ തത്വമുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് പറയും, കേവലമായി. ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുന്നേയില്ല. പ്രാർത്ഥിക്കുന്നതെല്ലാം ഗുണമാണ്, നിർഗുണമാണ് പരബ്രഹ്മം. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഗുണമാണ്. എന്ത് ഗുണമാണ്? ഓരോ ഗുണങ്ങൾ, ആഗ്നേയ ഗുണങ്ങളെ പ്രാർത്ഥിക്കും, ശിവതത്വങ്ങളെ പ്രാർത്ഥിക്കും, ശിവനെ പ്രാർത്ഥിക്കും. ആ ഗുണങ്ങൾ നമ്മളിലേക്ക് വരും. ആരാധിക്കുമ്പോൾ നമ്മൾ ആവാഹിക്കപ്പെടുക ചെയ്യുന്നത്. നമ്മളെ കാത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മകനോ അല്ലെങ്കിൽ വീട്ടിലൊരു പെറ്റ് ഡോഗോ ഉണ്ടെങ്കിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത്, അതായത് നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മളെ സ്വീകരിക്കാനൊരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചേരുമ്പോൾ നമുക്ക് എൻഡോർഫിൻ, ഡോപ്പമിൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ 4 ഹാപ്പി ഹോർമോൺസും ആക്റ്റീവ് ആവും. ഇതുപോലെ ആക്റ്റീവ് ആവുന്നതാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും. ശരിയായ ഭക്തി എന്ന് പറയുന്നത് ഈ എൻഡോർഫിൻ, ഡോപ്പമിൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, പീസ്ഫുള്ളിന് വേണ്ടിയിട്ടാണ്, ആനന്ദം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആനന്ദം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ആരാധിക്കുന്നത്. ദൈവത്തിനെ ആരാധിക്കുക എന്ന് പറയുന്ന അബദ്ധധാരണ, അത് അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസമാണ്. ആരാധന അറിവാണ്, തിരിച്ചറിവ് നിർഗുണമാണ്. നമുക്കറിയാം, നമ്മൾ അറിഞ്ഞു തന്നെയാണ് അരുവിക്കരയിലെ ഗുരുനാഥൻ അവിടെ ഒരു ശ്രീനാരായണ ഗുരുദേവൻ ഒരു കണ്ണാടി പ്രതിഷ്ഠ വെച്ചത്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയാം. അറിയുന്നവർ ഒരുപാടുണ്ട് ഇതിൽ. പിന്നെ എന്തിനാ ഇതൊരു ക്രമമാണ്. നമുക്ക് നമ്മുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കാൻ നമ്മൾ ചില ആചാരങ്ങളും ചിട്ടകളും ഷോഡശ വിധി പ്രകാരമുള്ള ജീവിതഗതി, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. നമ്മൾ പണ്ട് മുതൽ എന്തിനാ ആചാരങ്ങൾ? ആചരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ആചരിച്ചില്ലെങ്കിൽ ഈ ഷർട്ട് നമ്മൾ ഇടില്ല. 10,000കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഏത് സസ്യം കഴിക്കാം, ഏത് മത്സ്യം കഴിക്കാം, ഏത് മാംസം കഴിക്കാം, ഏത് ഫ്രൂട്ട് കഴിക്കാം എന്നൊക്കെ പണ്ടുള്ളവർ നമ്മളെ ഓരോരുത്തരും അനുഭവിച്ച് അനുഭവശാസ്ത്രമാണ്, അനുഭവമാണ് ഭാരതീയ സംസ്കാരം. എല്ലാ സംസ്കാരവും അനുഭവമാണ്, സയൻസ് ഒന്നല്ല. ചെക്ക് ചെയ്ത് ലാബ് പോയി ടെസ്റ്റ് ചെയ്തിട്ടൊന്നല്ല ഈ പഴം നമ്മൾ കഴിക്കുന്നത്. ഒരു സാധനവും പണ്ടുള്ളവർ 10,000കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഫോളോ ചെയ്ത് വന്നിട്ടുള്ള അതൊക്കെ നമ്മൾ കഴിക്കുകയാണ്. കാര്യം അവർ അനുഭവിച്ചിട്ടാണ് ഇത് പറയണത്. അനുഭവശാസ്ത്രമാണ്. അവർ പറയുന്നത്, ഈ യുക്തിവാദികൾ പറയുന്നത് അനുഭവം ശാസ്ത്രമല്ല. അനുഭവം ശാസ്ത്രമല്ലെങ്കിൽ ഭാരതത്തിലെ കളരി, യോഗ, ആയുർവേദം, സിദ്ധം, മർമ്മചികിത്സ, നാടൻ ചികിത്സകൾ, ജ്യോതിഷം, ഇതൊന്നും ശാസ്ത്രമല്ല എന്ന് പറയും. ഇതെല്ലാം അനുഭവമാണ്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ്. വളരെ സിമ്പിളായിട്ട് അവർ പറയുന്ന ശാസ്ത്രം ഇതല്ല. അവർ അലോപ്പതിനെ മാത്രമേ പറയുള്ളൂ. കാര്യം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടിട്ട് പോയ കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി വെച്ചതും പാശ്ചാത്യവൽകൃതമായതും. അലോപ്പതി മോശം എന്നല്ല പറയുന്നത്, എല്ലാ നല്ലതിനെയും സ്വീകരിച്ചവരാണ് ഭാരതീയർ. നമുക്കങ്ങനെ സ്വീകരിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം നമുക്കുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും കാലം സർവൈവ് ചെയ്തില്ലേ? 10,000 വർഷം. ഇപ്പോൾ ഈ അലോപ്പതി വന്നിട്ട് എത്ര വർഷമായി? ഇതിനു മുമ്പ് ഇത് സാധനം ഉണ്ടായിരുന്നില്ലേ? ഭാരതത്തിൽ ജീവിച്ചിരുന്നില്ലേ? അപ്പം പറയുമ്പോൾ ആയുർദൈർഘ്യം. ഇന്നിപ്പോൾ ആയുർദൈർഘ്യത്തിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ഗുളിക കൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൈ ഗുളിക. കാര്യം ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്ങനെ വന്നു? ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ 10 വർഷം 15 വർഷം ലൈഫ് ടൈം അങ്ങ് ഡൗൺ ആവും. കാര്യം എന്താണ്? ഇന്നർ ഓർഗൻസിന് അടി. അപ്പം നമ്മൾ പാരമ്പര്യമായി നേടി വെച്ചിട്ടുള്ള ആയുർവേദവും സിദ്ധം, കളരി, യോഗ, യുനാനി, പല കാര്യങ്ങളും പോലൊരു അനുഭവശാസ്ത്രമാണ് ഭാരതീയ ജ്യോതിഷം. ജ്യോതിഷത്തെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് പറയാം. ജ്യോതിഷം വലിയൊരു സബ്ജക്റ്റാണ്. വെറുതെ ഉണ്ടായതൊന്നല്ലത്. യുക്തിവാദികൾക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. ജ്യോതിഷം എന്ന് പറയുന്ന യുക്തിവാദത്തിന്, അതായത് അറിവല്ലത്, തിരിച്ചറിവാണ്. തിരിച്ചറിവ് കുറച്ചെങ്കിലും വേണം, എന്നാലേ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ.
അപ്പോൾ ജ്യോതിഷത്തെക്കുറിച്ച് പലരും അതിൽ മോശം വിത്തുകളും ഉണ്ട്, അത് നമുക്ക് പറയാം. എന്തായാലും ഈ നിരീശ്വരവാദവും ശരിയല്ല. കാര്യം ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതല്ല നമ്മൾ ചെയ്യുന്നത്. ഈശ്വരൻ സർവ്വവ്യാപിയാണ്, സർവ്വത്തിലുണ്ട്, സർവ്വഗുണങ്ങളിലുണ്ട്, അപ്പോൾ നമ്മൾ യുറേനിയം 235 അല്ലേ, ഐസോട്ടോപ്പിലും പൊട്ടിക്കുന്ന സാധനത്തിലും അഗ്നി തന്നെയാണ് വർഷിക്കുന്നത്. യുറേനിയം ഏതാണെന്ന് ഓർമ്മയില്ല, 235 എന്നാണ് ഒരു ധാരണ. എന്തായാലും അഗ്നി തന്നെയാണ്. അത് സ്ഫോടനം ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിന് ചൂടുണ്ടാവുന്നത്. അഗ്നി തന്നെയാണ് അവസാന ഘടികയിലും കിടക്കുന്നത്. ഈ അഗ്നിയെ തന്നെയാണ് സർവ്വ ആയുധങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്, നമ്മുടെ ആരാധനകളിലും വെച്ചിരിക്കുന്നത് അഗ്നിയെ തന്നെയാണ്. ഭൂതങ്ങളാണ്, ആഗ്നേയ ഭൂതങ്ങളും ജലഭൂതങ്ങളും വായു, ആകാശം, ഭൂമി, ഭൂതങ്ങളിലാണ് നമ്മൾ സർവ്വത്തെയും അടക്കി വെച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് അവസാനവും ആദ്യം എല്ലാത്തിലും ഉൾക്കൊള്ളുന്നതും. ഒരു അണു പൊട്ടിച്ചാൽ ഉണ്ടാകുന്ന എനർജി, ഹീറ്റ് എത്രയും നമുക്കറിയാം. കാര്യം ആറ്റംബോംബ് പൊട്ടുമ്പോൾ നമുക്കറിയാം. ഇതുപോലെയാണ് ചൈതന്യം. ചൈതന്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട, മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എന്തേ ചെയ്യണ്ടു? നമുക്ക് വേണ്ട പോസിറ്റീവായിട്ടുള്ള, നമുക്ക് ഹാപ്പിനെസ് തരുന്ന, നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് ഡോപ്പമിനും സെറട്ടോണും എൻഡോർഫിനും സോറട്ടോണും ഓക്സിറ്റോസിനും കിട്ടുന്ന, ഡെവലപ്പാവുന്ന ആചാരങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളോ ഫോളോ ചെയ്യുക. നമ്മൾ ഫോളോവേഴ്സാണ്, എല്ലാവരും ഫോളോവേഴ്സാണ്. യുക്തിവാദികളും ഫോളോവേഴ്സാണ്. അവർ ലീഡറെ ഫോളോ ചെയ്യുകയാണ്. ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും പ്രധാനമന്ത്രി ചെയ്യുന്ന പ്രവൃത്തിയെ ഫോളോ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അദ്ദേഹം ഒരു നിയമം എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫോളോ ചെയ്യേണ്ടി വരും. അദ്ദേഹം ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഫോളോവേഴ്സാണ്. ലോകം മൊത്തം ഫോളോവേഴ്സാണ്. സ്വതന്ത്രമായിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റില്ല, പരിമിതികളുണ്ട്. അവർ പറയും ഞങ്ങൾ സ്വതന്ത്രരാണ്. ഒരിക്കലും സ്വതന്ത്രരല്ല, സ്വതന്ത്ര ചിന്തകർ എന്ന് പറയും. അല്ല, സ്വതന്ത്ര ചിന്തകർ ആവാനൊന്നും പറ്റില്ല. ചിന്തിക്കാൻ പറ്റും, സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതൊന്നും സാധ്യമല്ല. നമുക്ക് ഫോളോവേഴ്സാണ്. അപ്പോൾ നല്ലത് ഫോളോ ചെയ്യാം. യുക്തിവാദം നല്ലതാണെങ്കിൽ അത് ഫോളോ ചെയ്യും. യുക്തിവാദം വളരെ ബെസ്റ്റായിട്ടുള്ള അറിവുള്ളവരാണ് അതിൽ, പക്ഷെ തിരിച്ചറിവില്ല എന്നുള്ളതാണ്. ഫോളോവേഴ്സാണ്, അവരും ഫോളോവേഴ്സാണ്. അതെങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഈ ജ്യോതിഷത്തെക്കുറിച്ച് ഏറ്റവും സത്യത്തിൽ ജ്യോതിഷത്തെക്കുറിച്ച് ഞാൻ നല്ലൊരു പുസ്തകം വായിച്ചത് പ്രൊഫസർ കെ ബാപ്പുട്ടിയുടെ ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നല്ലൊരു ബുക്കുണ്ട്. എല്ലാ ജ്യോതിഷികളും വായിച്ചിരിക്കേണ്ട ബുക്കാണ്. ആ പുസ്തകം വായിച്ചിട്ടും നിങ്ങൾ ജ്യോതിഷിയായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക യഥാർത്ഥ ജ്യോതിഷിയാണ്. ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ കെ ബാപ്പുട്ടി എഴുതിയിട്ടുള്ള പുസ്തകം നല്ല പുസ്തകമാണ്. കുറച്ച് തെറ്റുകളുണ്ട് അതിൽ, പക്ഷേ എന്നാലും വളരെ നല്ല പുസ്തകം. ആ പുസ്തകം നമ്മൾ വായിച്ചിരിക്കണം, ഓരോ ജ്യോതിഷിയും വായിച്ചിരിക്കണം. അതെന്താ ഈ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് അങ്ങനെ കോപ്പി അടിക്കുന്നുണ്ട് പല ലീഡേഴ്സ്. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു വൈശാഖം തമ്പിയുടെയാണോ ഒരു വീഡിയോയിൽ കണ്ടു. സൂര്യൻ ഉച്ച സമയത്ത് 4-ാം ഭാവത്തിലായിരിക്കും, ലഗ്നാൽ 4-ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ കെ ബാപ്പുട്ടി അത് എഴുതിയിട്ടുണ്ട്. അത് തന്നെ ഡിറ്റോ കോപ്പി വൈശാഖം തമ്പി പറയുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല? അതിൽ കൂടുതൽ ഗവേഷണം നടത്തുക, പഠിക്കുക, മനസ്സിലാക്കാനോ അവർക്ക് പറ്റുന്നില്ല. കാര്യം ലിമിറ്റ്. അവർ അറിവാണ് തേടുന്നത്, വിസ്ഡം അല്ല. കുഴപ്പം അതാണ്. തിരിച്ചറിവിലേക്ക് പോകാത്തിടത്തോളം കാലം ഈ യുക്തിവാദത്തിൻ്റെ അർത്ഥം പോകും. യുക്തിവാദത്തിൽ ആൾ വരുന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? 3.5 കോടി ജനങ്ങളിൽ ഒരു 10,000 പേര് അവർക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു അത്രയും വളരെ കുറഞ്ഞ. അത് ഭക്തിവാദം. ഇപ്പോൾ നോക്കുമ്പോൾ ഭക്തിവാദമാണ് കൂടിക്കൂടി വരുന്നത്. അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ വളരെ, അതും യഥാർത്ഥത്തിൽ ഭക്തിവാദത്തിലെ 80% ആളുകളും അറിവുള്ളവരാണ്, തിരിച്ചറിവുള്ളവരാവണമെന്നില്ല. ഭക്തി എന്ന് പറയുന്നത് അവർ ദൈവം ഉണ്ടെന്നും ദേവതയുണ്ടെന്നും പിതൃബലിയുണ്ടെന്നും പ്രേതമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. സത്യത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒറിജിനൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിർഗുണാച്ച, കേവല ചൈതന്യം, കേവലമായ ചൈതന്യം അല്ലെങ്കിൽ പരബ്രഹ്മം നിർഗുണമാണ്, സർവവ്യാപിയാണ്, സർവഭൂതാന്തരാത്മാവാണ്, സർവത്തിനും കർമ്മങ്ങളുടെ അധ്യക്ഷനാണ്, സർവത്തിലും സാക്ഷിയായവനാണ്, ഒരു ഗുണമില്ലാത്തവനാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഭൂതമുണ്ട് പ്രേതമുണ്ട് എന്നൊക്കെ പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ജ്യോതിഷത്തിൽ വന്ന അബദ്ധം, ജ്യോതിഷം ഞാൻ ഒരു പക്ഷേ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ജ്യോതിഷത്തിൽ വന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ഭക്തിയെ ബ്ലെൻഡ് ചെയ്തതാണ്. പുരോഹിതര് ജ്യോതിഷത്തിലെ ഭക്തിയെ ബ്ലെൻഡ് ചെയ്തതോടുകൂടിയാണ് ജ്യോതിഷം അധപതിക്കുന്നത്. ഒരിക്കലും പ്രേതത്തിനെയും ബാധേനെയും ഈ ഒന്നാമത്തെ എനിക്ക് തോന്നുന്നു ജ്യോതിഷത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാലഗണനയാണ് ജ്യോതിഷം. കാലത്തെ ഗണിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. ദൈവജ്ഞൻ എന്ന് പറയുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു 10-ൽ താഴെ ആളുകൾ മാത്രമേ ദൈവജ്ഞരായിട്ടുണ്ടാവുള്ളൂ. ഈ പറയുന്ന ഞാൻ പോലും ദൈവജ്ഞനല്ല. ദൈവജ്ഞനാവാൻ വേണ്ടത് പ്രധാനമായിട്ടും ഗണിതം സമ്പൂർണ്ണമായിട്ടാവണം, പഞ്ചാംഗം ഗണിക്കാൻ കഴിയണം. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഗണിക്കലല്ല, അതാർക്കും ആവും.
മറ്റൊരാൾ ഉണ്ടാക്കിയ സാധനത്തിന് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. അതല്ല, പഞ്ചാംഗ ഗണിതം അറിയണം. എത്ര പേർക്ക് അറിയും? കേരളത്തിൽ ഉണ്ടാവില്ല. ഗണിതം, സംഹിത, ഹോര, ഇത് മൂന്നും വളരെ നല്ല രീതിയിൽ അറിയണം. ഗണിതം എന്ന് പറയുന്നത് പഞ്ചാംഗ ഗണിതമാണ്. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണങ്ങളൊക്കെ ഗണിക്കാൻ കഴിവുള്ള, വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഗണിക്കാൻ അറിയണം. നമുക്കറിയുമോ? 10 പേര് പോലും ഉണ്ടാവില്ല കേരളത്തിൽ. സംഹിത എന്ന് പറയുന്നത് കാലാവസ്ഥ, കാലങ്ങളെക്കുറിച്ച്. മഴ എങ്ങനെ ഉണ്ടാവും, രാജ്യത്തിൽ ധനം ഉണ്ടാവുമോ, ധാന്യം നിലനിൽക്കുമോ, അത് പണ്ട് ഉപയോഗിച്ചിരുന്ന സംഹിതയാണ് ആദ്യമായിട്ട്. സംഹിതയിലുള്ള മുനിമാർ കുറേയുണ്ട് സംഹിതയെക്കുറിച്ച്. എല്ലാവരും സംഹിത പഠിച്ചവർ വെറുതെ പ്രവചിക്കുകയാണ്. കാലപ്രവചനം എന്ന് പറയുന്നത് വേറൊരു വിഭാഗമാണ്, സംഹിതയാണ്. ഹോര എന്ന് പറയുന്നതിലാണ് ജാതകം, പ്രശ്നം, മുഹൂർത്തം എന്ന് പറയുന്നത്. അതിൽ തന്നെ ജാതകം മാത്രം ചെയ്യുന്ന ആളാണ് ഞാൻ. പ്രശ്നം ഞാൻ ചെയ്യുന്നില്ല, മുഹൂർത്തം ചെയ്യും, ജാതകം ചെയ്യും. ഗണിതം ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് സാധാരണ ഗണിതം അറിയുള്ളൂ, പഞ്ചാംഗം ഗണിക്കാൻ അറിയില്ല. ആരോ ഗണിച്ചു വെച്ച, അല്ലെങ്കിൽ വർഷം പഞ്ചാംഗം വലിയ വലിയ ആചാര്യന്മാർ ഗണിച്ചു വെച്ചിട്ടുണ്ടാവും, അത് നോക്കി പറയുകയാണ് നമ്മൾ ചെയ്യുന്നത്. പഞ്ചാംഗം ഗണിക്കാൻ അറിയുന്ന 10-ൽ താഴെ ആളുകളെ കേരളത്തിൽ ജ്യോതിഷികൾ അല്ലെങ്കിൽ യഥാർത്ഥ ദൈവജ്ഞരായിട്ടുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഗിമ്മിക്സാണ്, ബാക്കിയെല്ലാം കാണാപ്പാടമാണ്, ബൈഹാർട്ടാണ്. അപ്പോൾ ജ്യോതിഷത്തിൻ്റെ ഒരു ഗതി ഇനി ഇതിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രൂപമൊക്കെ കാരണം ഇതിൽ ഒരുപാട് പേരുദോഷം വന്നു ജ്യോതിഷത്തിന്. അപ്പോൾ ജ്യോതിഷത്തിലും കുഴപ്പങ്ങളുണ്ട്. നമുക്ക് അത് അടുത്ത വീഡിയോയിൽ ജ്യോതിഷത്തിൻ്റെ ഒരു വർണ്ണന എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് വന്ന അപജയം, നമ്മൾ അപജയത്തെ തിരുത്തിയില്ലെങ്കിൽ ജ്യോതിഷം തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. നിലനിൽക്കില്ല എന്നൊന്നും പറയില്ല. 10,000-കണക്കിന് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനം ഒരാളോ രണ്ടാളോ കേടുവരുന്നതുകൊണ്ട് ജ്യോതിഷത്തിന് കേടൊന്നും വരില്ല. ചില പുഴുക്കുത്തുകളുണ്ട്. ആ പുഴുക്കുത്തുകൾ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നത് തന്നെയാണ്. നല്ല ജ്യോതിഷികൾ, തിരിച്ചറിവുള്ള ജ്യോതിഷികൾ, അനുഭവജ്ഞാനമുള്ള ജ്യോതിഷികൾ ഒരുപാടുണ്ട്. അവരൊന്നും പുറത്തേക്ക് വരില്ല. കാര്യം അവർക്ക് തിരിച്ചറിവുള്ളവൻ ഇത് പറഞ്ഞു നടക്കില്ല. പറഞ്ഞു നടക്കുന്നവൻ അറിവുള്ളവനാണ്. അറിവുള്ളവൻ മാത്രമേ പറഞ്ഞു നടക്കുള്ളൂ. നിറകൂടം തുളുമ്പില്ല. യുക്തിവാദികൾ വാദിക്കാൻ വരുന്നത് നമ്മൾ അവരോട് വാദിക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? സത്യത്തിലില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് വിസ്ഡം അറിയില്ല. അവർ നോളേജിൽ നിൽക്കുന്നവർ അടുത്ത സ്റ്റേജിലേക്ക് വന്ന് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അവർക്ക്. വെറും നോളേജ് വായിച്ച് ഒരു ബുക്കിൽ നിന്ന് മറ്റൊരു ബുക്കിലേക്ക് പകർത്താനുള്ള കഴിവ്, ഒരു ബുക്കിൽ നിന്ന് ഒരു പ്രൊഡക്റ്റിലേക്ക് വന്നാലാണ് വിസ്ഡം ആവുള്ളൂ. നമ്മളൊരു ബുക്ക് വായിച്ചു, ഒരു ക്രയോജനിക്കിൻ്റെ ഒരു 4 സ്റ്റേജ് ഉണ്ടാക്കുന്ന ഖരം, ദ്രാവകം, വാതകം, പിന്നെ പ്ലാസ്മ, അങ്ങനെയുള്ള എന്താണ് വെച്ചാൽ ആ ഒരു 4 സ്റ്റേജുകളുണ്ട്. ഇതിനെക്കുറിച്ച് ബുക്കിൽ പഠിച്ച് നമുക്ക് അപ്പുറത്ത് ഒന്നും വേണ്ട. നമുക്കത് ഉണ്ടാക്കാൻ വയ്ക്കുമോ? ഉണ്ടാക്കാൻ വയ്ക്കില്ല. ബുക്ക് പഠിച്ചാൽ ഉണ്ടാക്കാൻ പറ്റില്ല. ബുക്ക് പഠിച്ച് സൈക്കിൾ ഓട്ടാൻ പറ്റുമോ? ബുക്ക് പഠിച്ച് സൈക്കിൾ ഓട്ടുന്നതിനെ കുറിച്ച് ബുക്ക് പഠിച്ച് വന്ന ഒരാൾ ടീച്ച് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? നമ്മൾ സൈക്കിൾ ചവിട്ടി പോവോ അതോ മരിക്കുമോ? നമ്മൾ ഇടിച്ച് മരിക്കും. കാര്യം അയാളിത് പഠിച്ചിട്ടേ ഉള്ളൂ, അയാൾക്കത് പ്രാക്ടീസ് ഇല്ലാത്ത ഒരാൾക്ക് അതിൻ്റെ കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല, അതിൻ്റെ ഉപയോഗക്രമം അറിയില്ല, ഒരുപാട് കുഴപ്പങ്ങളുണ്ടാക്കും. പണ്ടുണ്ടായിരുന്ന ആചാര്യ സിസ്റ്റം എന്ന് പറയുന്നത് പ്രാക്ടീസ്ഡ് പേഴ്സൺസാണ്, എക്സ്പേർട്ടുകളാണ് ടീച്ച് ചെയ്യുക. ഇന്ന് എക്സ്പേർട്ടുകളല്ല ടീച്ച് ചെയ്യുന്നത്. എക്സ്പേർട്ടുകൾ എഴുതി വെച്ച ബുക്ക് നോക്കി എക്സ്പേർട്ട് ആവാത്ത ആളുകളാണ് ടീച്ച് ചെയ്യുക. അതിൽ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അധ്യാപനം തന്നെ നല്ല മാറ്റമുണ്ട്. ഒരു പ്രവൃത്തി പരിചയം ഇല്ലാത്ത, വിസ്ഡം നേടാത്ത, വെറും നോളേജിൽ നിൽക്കുന്ന ആളാണ് നമ്മളെ ടീച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. അടുത്ത വീഡിയോയിൽ നമ്മൾ ജ്യോതിഷത്തെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്യാം. എന്തായാലും നന്ദി.